Hi guys, welcome back to Review Track. Review Trackന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് റോയൽ എൻഫീൽഡ് മീറ്റിയോർ 650 എന്ന് പറഞ്ഞിട്ടുള്ള വാഹനത്തിന് മുന്നിലാണ് നമ്മളിന്നുള്ളത്. കുറച്ച് കാലമായിട്ട് നമ്മൾ ഈ ഒരു വാഹനം ടെസ്റ്റ് ഡ്രൈവിന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാണ് നമുക്ക് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് ഈ ഒരു വാഹനം ഒരുക്കി തന്നത് ബറാക്ക് മോട്ടോഴ്സ് മലപ്പുറം ബ്രാഞ്ചാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങളും ബാക്കി ഡീറ്റെയിൽസും നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് സൈഡിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിൽ നമുക്ക് ഇതിൽ C8ൻ്റെ ടയേഴ്സാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അതിനകത്ത് തന്നെ നിങ്ങൾക്ക് ഡിസ്ക് കാര്യങ്ങളൊക്കെ അത്യാവശ്യം സൈസോട് കൂടിയ ഡിസ്ക് കാര്യങ്ങളാണ് കമ്പനി ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ ഭാഗത്തായിട്ട് ജസ്റ്റ് ഒരു കവറിങ് വരുന്നുണ്ട്. ഇത് നമുക്ക് മിറ്റിയോർ 350 എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ ഇതിനകത്തില്ല. ആ മോഡലിനകത്ത് ഇങ്ങനൊരു സംഭവം കൊടുത്തിട്ടില്ല. പിന്നെ അതൊരു ഡ്യുവൽ ടോൺ കളറിൽ രണ്ട് സൈഡിലായിട്ട് ഈ മഡ് ഗാർഡിലൊരു പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ബുള്ളറ്റ് 350 കാണുന്ന പോലെ ഒരു ലൈന് കാര്യങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് തന്നെ അതിൻ്റെ റിഫ്ലക്ടർ കാര്യങ്ങൾ വരുന്നത്. പിന്നെ അങ്ങനെ മുകളിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് സൈഡിൽ നോക്കിയാൽ രണ്ട് LED ലൈറ്റ് ഡൂമായിട്ട് വളരെ പവർഫുൾ ആയിട്ടുള്ള ലൈറ്റ് കാര്യങ്ങളാണ് ഫ്രണ്ട് സൈഡിൽ നിന്ന് തന്നെ നമുക്ക് വിസിബിൾ ആയിട്ടുള്ളത്. പിന്നെ നമുക്ക് സൈഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൽ മെയിൻലി എനിക്ക് തോന്നിയിട്ടുള്ളൊരു നെഗറ്റീവ് എന്ന് പറയാൻ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. കുറച്ച് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ്. ഇതൊരു ഹൈവേ ക്രൂസർ പോലത്തെയുള്ള വാഹനം ആയതുകൊണ്ട് തന്നെ നോർമലി ഇതിന് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളെടുത്ത് പറയാം. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്ക് റൈഡിങ് ഒന്നുകൂടെ കംഫർട്ടായിട്ട് തോന്നുന്നത് നമുക്ക് ഈ വാഹനത്തിൻ്റെ ഫൂട്ട് റെസ്റ്റ് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റിംഗ് കാര്യങ്ങളാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് കുറച്ച് റിസ്ക്കോ കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നുമെങ്കിലും പിന്നീട് നമുക്ക് ഓടിച്ചൊന്ന് എയിമായി കഴിഞ്ഞാൽ പക്ക നമുക്ക് റൈഡിങ് കംഫർട്ടിലോട്ട് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഗിയർ ഷിഫ്റ്റിങ്ങും ബ്രേക്ക് സിസ്റ്റങ്ങളും കാര്യങ്ങളൊക്കെ പോകും. എനിക്ക് ഫസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് എടുത്ത സമയത്ത് കുറച്ച് ബുദ്ധിമുട്ട് തോന്നി. അല്പം വൈഡായിട്ട് ഉള്ളതുപോലെ തോന്നി. മിറ്റിയോർ 350യെക്കാട്ടിലും ഒന്നുകൂടി വൈഡായിട്ട് ഇതുള്ളതുപോലെ തോന്നി. അപ്പോൾ ആ ഒരു ഇഷ്യൂ ആണ് നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്തത്. പിന്നെ നമുക്ക് സൈഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ജസ്റ്റ് ഫുള്ളായിട്ടൊരു കവറിങ് ഉണ്ട്. ഇത് ഓൾറെഡി ഇതിൻ്റെ മുന്നേയുള്ള വാഹനങ്ങളിലൊക്കെ ചില വാഹനങ്ങളൊക്കെ ഇത് ഓപ്പണായിട്ട് ഈ ഒരു ഏരിയ ഓപ്പണായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്നുകൂടി കവർ ചെയ്യുന്ന രീതി തന്നെ കമ്പനി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് സൂപ്പർ മിറ്റിയോർ 650 എന്ന് പറഞ്ഞിട്ടുള്ളൊരു നെയിം ബാഡ്ജ് കമ്പനി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് സാരി കാർഡ് കാര്യങ്ങളൊക്കെ ഫുള്ളി കവേർഡ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. സൈലൻസർ കുറച്ച് താഴ്ന്നു കിടക്കുന്ന രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഗ്രൗണ്ട് ക്ലിയറൻസ് അല്പം കുറവാണ് ഈ വാഹനത്തിന്. നമുക്ക് ടോട്ടൽ ബോഡി ലുക്ക് നോക്കുകയാണെങ്കിൽ തന്നെ വളരെ ഹെവി ആയിട്ടൊരു വാഹനമാണ്. പക്ഷേ നമുക്ക് വാഹനം ഞാൻ ടെസ്റ്റ് ഡ്രൈവ് എടുത്ത സമയത്ത് അല്പം സൈസും കാര്യങ്ങളൊക്കെ തോന്നി. പിന്നെ അതുപോലെ തന്നെ വാഹനം കുറച്ച് ഹെവി ആയിട്ട് തോന്നി. പെട്ടെന്ന് നമുക്ക് നോക്കിയത് നമുക്ക് ബാലൻസ് ചെയ്യാൻ കഴിയില്ല എന്നുള്ള തോന്നലൊക്കെ വരും. പക്ഷേ വളരെ ഈസി ആയിട്ട് അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ വാഹനത്തിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വലിയതായിട്ടുള്ള ഒരു മഡ് ഗാർഡ് കാര്യങ്ങളാണ് ഇതിനകത്ത് കമ്പനി കൊടുത്തിട്ടുള്ളത്. നമുക്ക് വാഹനത്തിൻ്റെ ടാങ്കിൻ്റെ ഈ ഒരു പൊസിഷനിലായിട്ട് നമുക്ക് വളരെ മനോഹരമായ രീതിയിൽ തന്നെ കമ്പനി ഒരു ടാങ്ക് ബാഡ്ജ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. റോയൽ എൻഫീൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള നമുക്കിതൊരു ടാങ്കിൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ ബുള്ളറ്റ് 350യുടെ ആ ഒരു പഴയ സ്റ്റൈലാണ്. എന്നുവെച്ചാൽ ഓൾറെഡി നമ്മുടെ ബുള്ളറ്റ് 350 വാഹനങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ ഇങ്ങനെ ഒരു ലൈന് കാര്യങ്ങളൊക്കെ ടാങ്കിൽ. അപ്പോൾ സെയിം ടാങ്കിൻ്റെ സൈസ് കാര്യങ്ങളൊന്നൊക്കെ വ്യത്യാസമുണ്ട്. നോർമലി ഉള്ള ടാങ്കിൽ നിന്ന് കുറച്ച് വൈഡായിട്ട് നമ്മൾ ക്രൂയിസർ ബൈക്കിനൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിസൈൻ കാര്യങ്ങളാണ് ഇതിൻ്റെ ടാങ്കിനകത്ത് ഇതിൻ്റെ മുന്നിലെ ഫ്രണ്ടിലായിട്ട് കമ്പനി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു ഭാഗത്ത് റോയൽ എൻഫീൽഡിൻ്റെ ചെറിയൊരു സ്റ്റിക്കർ കമ്പനി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെയാണ് ഇതിൻ്റെ പെട്രോൾ പൊസിഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ മോഡലിനോടും ഡിസൈനിനോടൊക്കെ മാച്ച് ആയിട്ടുള്ള രീതിയിൽ തന്നെ ഒരു സിൽവർ ടാങ്ക് ക്യാപ്പാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ടോട്ടലി ഒരു സിൽവർ ആൻഡ് ബ്ലാക്ക് പിന്നെ അതുപോലെ തന്നെ ഗ്രീന് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പ്രത്യേക രീതിയിലാണ് കമ്പനിക്ക് ഒരു വാഹനം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വളരെ മനോഹരമായ രീതിയിൽ തന്നെ ഹൈവേ ക്രൂയിസർ എന്നുള്ള രീതിയിൽ തന്നെ കമ്പനി ഒരു വാഹനം ഡിസൈൻ ചെയ്തിട്ടുള്ള റൈഡ് ചെയ്യുമ്പോഴൊക്കെ പക്ക റൈഡിങ് കംഫർട്ട് കാര്യങ്ങളൊക്കെ എനിക്ക് ഇതിനകത്ത് ഫീൽ ചെയ്തത്. ട്വിൻ സിലിണ്ടർ ആയിട്ടാണ് നമ്മൾ ഈ ഒരു വാഹനം വരുന്നത്. അതുകൊണ്ട് തന്നെ ഡബിൾ സൈലൻസർ നിങ്ങൾക്ക് വിസിബിളായിട്ട് കാണുന്നുണ്ടാവും. അതുപോലെ തന്നെ നോർമലി നമ്മൾ വാഹനത്തിലൊക്കെ ബാക്ക് സൈഡിലുള്ള ഡിസ്ക് കാര്യങ്ങളൊക്കെ വളരെ ചെറുതായിട്ടാണ് നമുക്ക് കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ ഒരു വാഹനത്തിൻ്റെ ബാക്ക് ഡിസ്ക് ആണെങ്കിലും ഫ്രണ്ട് ഡിസ്ക് ആണെങ്കിലും ഒരേ സൈസാണ് വരുന്നത്. അത്യാവശ്യം സൈസോട് കൂടിയിട്ടുള്ള ഡിസ്ക് ബ്രേക്കാണ് കമ്പനി ഇതിനകത്ത് നൽകിയിട്ടുള്ളത്. ഫൂട്രസ് നിങ്ങൾക്ക് കസ്റ്റം ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നമുക്ക് പരന്നിട്ടുള്ള ടൈപ്പൊക്കെ ഫൂട്രസ് ടൂറിങ് ഫൂട്രസ് ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇതൊക്കെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ്ലി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യുക തന്നെ വേണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഭാഗത്തും ജസ്റ്റ് ഒരു കവറിങ് കൊടുത്തിട്ടുണ്ട്. ഈ കവറിങ് കൊടുക്കുക എന്ന് വെച്ചാൽ നമുക്ക് വളരെ എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം റൈഡ് ചെയ്യുന്ന സമയത്തൊക്കെ ചളി കാര്യങ്ങളൊക്കെ ഉള്ളിലേക്ക് തെറിക്കുകയും വളരെ എന്താ പറയുക മഡിയായിട്ട് നമുക്ക് വാഹനങ്ങളൊക്കെ കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ നോർമലി നമ്മൾ ചില വാഹനങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഒരു വൃത്തിയില്ലാത്തൊരു അന്തരീക്ഷം വാഹനത്തിനകത്ത് വരാറുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് ടോട്ടലി ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ കമ്പനി ഇതിനകത്ത് ഓരോ കാര്യങ്ങളും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ ലുക്ക് കാര്യങ്ങളൊക്കെ ജസ്റ്റ് വാഹനത്തിൻ്റെ ഒന്ന് കാണാം.
നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് 6 കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. ഓരോ കളേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് നമ്മുടെ വീഡിയോൻ്റെ സൈഡിലായിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഏത് കളേഴ്സാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പ്രീ ബുക്കിങ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ചാണ് കമ്പനി ഇതിൻ്റെ വിൽപ്പന കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി ഈ ഒരു വാഹനം നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി ബുക്കിംഗ് ചെയ്തിട്ട് നമുക്ക് ഏത് കളറാണോ അവൈലബിൾ ആയിട്ടുള്ളത്, ഏത് കളറാണോ വേണ്ടത് എന്നതിനനുസരിച്ച് വേണം നമുക്ക് ഈ ഒരു വാഹനം ചൂസ് ചെയ്യാനായിട്ട്. സ്റ്റിൽ സ്റ്റോക്ക് നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല അധികവും. നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഫ്യൂവൽ ഇഞ്ചക്ടർ വാഹനങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു കീ ഓൺ ചെയ്ത് ഒരു 1 സെക്കൻഡ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ റെഡ് കളറിലൊരു സൂചി അതിനകത്ത് നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ടാവും. അത് നേരെ 0ലേക്ക് ബാക്ക് ചെയ്തതിന് ശേഷം മാത്രമേ സെൽഫ് അടിക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ജസ്റ്റ് വാഹനം സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നമ്മുടെ ഈ ഒരു സ്വിച്ചാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് സിസ്റ്റം വരുന്നത്. ഇവിടെ ജസ്റ്റ് മുകളിലോട്ട് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ വാഹനം സ്റ്റാർട്ടാവും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു ഡ്യുവൽ ടോൺ ആ ഒരു സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള സൗണ്ടാണ്. ജസ്റ്റിൻ്റെ സൗണ്ട് കാര്യങ്ങൾ ജസ്റ്റ് നമുക്കൊന്ന് കേട്ട് നോക്കാം. ആ ഡ്യുവൽ ടോൺ ആ റിതം ഉണ്ടല്ലോ, വേറൊരു ലെവലാണ് കേട്ടോ. നമുക്ക് കീ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 മീറ്ററാണ് ഇതിനകത്ത് കൊടുത്തുള്ളത്. ഒരു ചെറിയ മീറ്റർ പിന്നെ അതേപോലെ ഒരു വലിയ മീറ്റർ. ഈ ചെറിയ മീറ്റർ എന്ന് പറഞ്ഞത് നമുക്ക് ട്രിപ്പിൾ നാവിഗേഷൻ, നമുക്ക് ലോങ് റൈഡൊക്കെ പോകുമ്പോൾ നമുക്ക് നാവിഗേഷൻ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മീറ്ററാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ ഇവിടെ നമുക്ക് ട്രിപ്പ്, പിന്നെ അതുപോലെ ഗിയർ ഷിഫ്റ്റിങ്, പിന്നെ ടൈം കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനും പെട്രോൾ ഇൻഡിക്കേഷനുമാണ് നമ്മൾ മീറ്ററിനകത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ബാറ്ററി ലെവൽ, പെട്രോളിൻ്റെ ഇൻഡിക്കേഷൻ, ഫ്യൂൽ ഇഞ്ചക്ടർ ലൈറ്റ്, ഇത്രയും കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ABS ലൈറ്റ്, ഇത്രയും കാര്യങ്ങളാണ് വലിയ മീറ്ററിൽ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ചെറിയ മീറ്ററിൻ്റെ കാര്യം പറഞ്ഞല്ലോ, നമുക്ക് ലോങ് പോകുന്ന സമയത്ത് നമുക്ക് മൊബൈൽ ഫോണിലേക്ക് ഒരു ആപ്പ് വഴി നമുക്ക് നാവിഗേഷൻ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൂട്ട് മാപ്പൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫ്രണ്ടിലെ മീറ്ററിനകത്ത് കമ്പനി കൊടുത്തിട്ടുള്ളത്. വാഹനത്തിൻ്റെ അടുത്ത സൈഡിലായിട്ട് നമുക്ക് മൊത്തം 4 സ്വിച്ചസ് അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്കിവിടെ ഹോണ്, ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഇൻഡിക്കേറ്റർ, ഡിം ആൻഡ് ബ്രൈറ്റ്, പിന്നെ അതുപോലെ പാസ്, മുകളിലോട്ടാക്കിയാൽ പാസ്, ഇങ്ങനെയാണ് ഇതിൻ്റെ സ്വിച്ചസ് വരുന്നത്. പിന്നെ നമുക്കിതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇവിടെ ആയിട്ട് നമുക്കൊരു സ്വിച്ചസും കൂടി വരുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ട്രിപ്പ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ചസ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പിന്നെ ഫ്രണ്ട് സൈഡിലായിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൻ്റെ ഫ്രണ്ട് സൈഡിലോട്ട് വരുന്ന സ്വിച്ചസ്, പിന്നെ അതുപോലെ തന്നെ മീറ്ററിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മളിതിൽ അതിൻ്റെ സീറ്റ് പൊസിഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റൈഡർ സീറ്റ് ഒന്നും കൂടി നമുക്ക് പക്കയായിട്ട് തോന്നും. പക്ഷേ ബാക്ക് സീറ്റ് നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് കംഫർട്ടബിൾ അല്ല. നമുക്ക് ഇതിനകത്തൊരു സീറ്റ് പില്ലും കാര്യങ്ങളൊക്കെ നമുക്ക് അഡീഷണൽ ആഡ് ചെയ്താൽ നമ്മുടെ പില്ലിയൻ റൈഡർക്ക് ഒന്നുകൂടി കംഫർട്ടബിൾ ആയിരിക്കും എന്ന് തോന്നുന്നു. നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ എൻജിൻ്റെ ഈ ഒരു പോർഷൻ നമുക്ക് നോക്കാം. ഇവിടെ RE എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നെയിം ബാഡ്ജ് കമ്പനി കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നോർമലി ഒരു ബ്ലാക്ക് മാറ്റ് ഫിനിഷിങ്ങിൽ വളരെ വൃത്തിയായിട്ട് തന്നെ കമ്പനി ഇതിനകത്ത് ഡിസൈൻ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്താണ് ഇതിൻ്റെ ബ്രേക്കിംഗ് പൊസിഷൻ വരുന്നത്. ക്രൂയിസർ ബൈക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് കാലൊന്നുകൂടി നീട്ടി വെച്ചിട്ട് യാത്ര ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ഹൈവേ ക്രൂയിസർ വാഹനമാണ് റോയൽ എൻഫീൽഡ് മീറ്റിയോർ 650 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വാഹനം. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ബ്രേക്കിംഗ് സിസ്റ്റം അവർ കുറച്ച് ഫ്രണ്ടിലേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലാണ് കമ്പനി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഫൂട്രസ് നിങ്ങൾക്ക് കസ്റ്റം ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നമുക്ക് പരന്നിട്ടുള്ള ടൈപ്പൊക്കെ ഫൂട്രസ്, ടൂറിംഗ് ഫൂട്രസ് ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇതൊക്കെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ്ലി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യുക തന്നെ വേണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഭാഗത്തും ജസ്റ്റ് ഒരു കവറിങ് കൊടുത്തിട്ടുണ്ട്. ഈ കവറിങ് കൊടുക്കുക എന്ന് വെച്ചാൽ നമുക്ക് വളരെ എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം റൈഡ് ചെയ്യുന്ന സമയത്തൊക്കെ ചളി കാര്യങ്ങളൊക്കെ ഉള്ളിലേക്ക് തെറിക്കുകയും വളരെ എന്താ പറയുക മടിയായിട്ട് നമുക്ക് വാഹനങ്ങളൊക്കെ കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ നോർമലി നമ്മൾ ചില വാഹനങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഒരു വൃത്തിയില്ലാത്തൊരു അന്തരീക്ഷം വാഹനത്തിനകത്ത് വരാറുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് ടോട്ടലി ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ കമ്പനി ഇതിനകത്ത് ഓരോ കാര്യങ്ങളും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ ലുക്ക് കാര്യങ്ങളൊക്കെ ജസ്റ്റ് വാഹനത്തിൻ്റെ ഒന്ന് കാണാം. ഓക്കെ, ഇനി ഈ വാഹനത്തിൻ്റെ എല്ലാ കളേഴ്സും കാര്യങ്ങളും ഞാൻ ജസ്റ്റ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് തന്നെ ആഡ് ചെയ്യാം. ആവശ്യമുള്ള കളേഴ്സ് കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ റോയൽ എൻഫീൽഡ് മീറ്റിയോർ 650 എന്ന് പറഞ്ഞിട്ടുള്ള വാഹനത്തിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ ബുക്കിങ്സ് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം.